ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ഭയങ്കരമായിട്ട് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ അപ്സൈഡിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിലാണ് മാർക്കറ്റ്. ഇപ്പോൾ ടോപ്പിലുള്ള ഒരു ലിക്വിഡിറ്റി കൺസിഡർ 24,956 മുകളിൽ 25,000 എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ട്രേഡ് താഴേക്ക് തന്നെ ആയിരിക്കും ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. കാരണം പ്രീവിയസ് ഡേൻ്റെ ലിക്വിഡിറ്റി പ്രകാരം ഡൗൺ സൈഡാണ് 24,596, അത് ഒരുപാട് താഴെയാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും 50 മിനിറ്റ്സിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയകൾ അപ്സൈഡ് 55,652 ടാപ്പ് ചെയ്ത് ഒരുപാട് മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അപ്പം താഴേക്ക് തന്നെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിലായാലും. ഇനി അല്ല 55,230 ടാപ്പ് ചെയ്യുമ്പോഴേ മുകളിലേക്കുള്ള ട്രേഡ് നോക്കുകയുള്ളൂ. അപ്പം കറന്റ് ഇപ്പം അപ്സൈഡ് ലിക്വിഡിറ്റി ആയതുകൊണ്ട് തന്നെ താഴേക്കുള്ള ട്രേഡ്സിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സമയം 9:54 നമുക്ക് എന്താ പറയുക, താഴേക്കുള്ള ട്രേഡ് നോക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് മുകളിലേക്ക് പോയാൽ അത്യാവശ്യം നല്ല ടാർജറ്റും ഉണ്ട് അവിടുന്ന്. അത്യാവശ്യം ഒരു അടുത്തൊരു 5 മിനിറ്റ്സ് IDX അല്ലെങ്കിൽ ഡേലോയിലേക്കൊക്കെ 85 പോയിന്റ് ഉണ്ട്. മിനിമം 5 മിനിറ്റ്സ് IDXിലേക്ക് ഉണ്ട്, ഡേലോയിലേക്ക് അതിലും കൂടുതലുണ്ട്. അപ്പം നമുക്ക് 25-22 മുകളിലേക്ക് മാർക്കറ്റ് പോകണമെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം. കാരണം ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിൽ പോകുകയാണെങ്കിൽ താഴേക്ക് എടുക്കാം. നോക്കട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മുകളിൽ പോകണം. സമയം 10 മണി ആയിട്ടുണ്ട്. മാർക്കറ്റ് കുറച്ച് താഴെ വന്ന് ഇനി മുകളിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ട്രേഡ്സ് നോക്കാം. ഈവൻ 5 മിനിറ്റ്സിലൊക്കെ ഒരു ലിക്വിഡിറ്റി ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്താ പറയുക, ഡൗൺ സൈഡ് ട്രേഡിന് കൺസിഡർ ചെയ്യാം താഴേക്ക്. കാരണം 25,000 എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവലിലൊക്കെ മുകളിൽ വന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഒന്ന് താഴേക്ക് വരാനൊരു പോസിബിലിറ്റി തോന്നുന്നുണ്ട്. അതിനനുസരിച്ച് താഴേക്ക് തന്നെ ട്രേഡ് നോക്കാം. കുറച്ച് മുകളിൽ വരട്ടെ. 25,000 മുകളിലേക്ക് എഗെയിൻ മാർക്കറ്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിൽ പോയാൽ നമുക്ക് ട്രേഡ് കൺസിഡർ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് 5 മിനിറ്റ്സ് IDX ഉണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്താൽ ചിലപ്പോൾ മേലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. എന്തോ സ്റ്റക്കാന്ന് തോന്നുന്നു അപ് സ്റ്റോക്സ്. ഏതായാലും 25,007 എത്തിയിട്ടുണ്ട്. ഇനി ഒരു 10-15 പോയിന്റ് കൂടെ മുകളിലേക്ക് പോയാൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. പോകുന്നുണ്ട് 25-10 വരുന്നുണ്ട്. പ്രീമിയം നമുക്ക് 25,000 പുട്ട് ഓപ്ഷൻ തന്നെ എടുക്കാം. 25,000 അത്യാവശ്യം നല്ല ടാർഗറ്റ് ഉണ്ടല്ലോ. 1:5 ഒക്കെ എന്തായാലും വരും. ചാൻസ് ഉണ്ട് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ. ഏതായാലും വരട്ടെ, ചാൻസ് വരട്ടെ, ഞാൻ പറയാം. സമയം 10:20 നമ്മൾ ചാൻസ് വന്നിട്ടില്ല, എഗെയിൻ മേലേക്ക് പോയിട്ടില്ല. വീണ്ടും ഒരു ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാം. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു എൻട്രി എടുക്കാം. ഈവൻ ട്രെൻഡ് ലൈൻ പോലുള്ള ഒരു സാധനം ബ്രേക്ക്ഔട്ട് ഒക്കെ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. 117 എൻട്രി ചെയ്ത് 117.95 ഒരു പുട്ട് ഓപ്ഷനാണ്. നമ്മുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 24,937 വരെയാണ് ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിലേക്ക് എൻട്രി വരുമെന്ന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അങ്ങോട്ട് വന്നില്ല. വീണ്ടും ഒരുപാട് താഴെ വന്നു. ഇതിൻ്റെ മുകളിലൊക്കെ 5 മിനിറ്റ്സ് IDX ഉണ്ട്. ഇപ്പോൾ അത് ടാപ്പ് ചെയ്ത് താഴെ വരികയാണെങ്കിൽ നമ്മൾ മിക്കവാറും നമ്മുടെ SL അടിച്ചു പോകും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ല, ഡയറക്റ്റ് അവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടാർഗറ്റ് ലെവൽ 24,937 ഒരു ടാർഗറ്റ് ലെവലായിട്ട് വെക്കാം. മറ്റേ ഇന്നത്തെ ഡേയിലോ രണ്ട് ഏരിയയും നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയിരുന്നു. 24,937 തന്നെ 50 പോയിന്റിലധികം ഉണ്ട്. 50-60 പോയിന്റ് ഉണ്ട് എന്തായാലും. 50 അല്ല 60 പോയിന്റ് തന്നെ ഉണ്ട്. 1:5 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈസി ആയിട്ട് എബോവ് വരും NS5 തോന്നുന്നത്. ആ സമയത്ത് നമുക്ക് ബുക്ക് ചെയ്യാം. അതായിരിക്കും നന്നാവുക. ഇനി അതല്ല, മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രേഡ് SL അടിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നല്ല അവസരം വരികയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാം. ഫസ്റ്റ് ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. ഫസ്റ്റ് ട്രേഡിൽ ടാർഗറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ചാൻസ് കൊടുക്കും. ഫസ്റ്റ് ട്രേഡിൽ SL ആണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല അവസരം, നല്ല പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ട്രേഡ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിടാം. അപ്പോൾ അത്യാവശ്യം നമ്മൾ പ്രോഫിറ്റ് അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെ, ഒരു മാർക്കറ്റ് നല്ല ബുള്ളിഷായി ഓപ്പൺ ചെയ്തതിനു ശേഷം നല്ല ബുള്ളിഷായി പോയിട്ട് ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ കാണിച്ചിട്ട് ഒരു ട്രെൻഡ് ലൈൻ 1 മിനിറ്റിൽ കാണിച്ചിട്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു IDX ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നമുക്ക് വന്നിട്ടുണ്ട്. ഏതറിയില്ല, ഇനിയിപ്പം താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. വരുന്നുണ്ട്, നല്ലൊരു മൊമെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. 2,700 പ്രോ 1:1 എബോവ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചതാണ്.
സമയം 11:35. നമ്മൾ ട്രേഡ് എടുത്തിട്ട് 1 മണിക്കൂറിലധികമായി, ഒന്നര മണിക്കൂറൊക്കെ ആയി തോന്നുന്നുണ്ട്. എപ്പോഴും നമ്മൾ ടാർജറ്റിന്റെ തൊട്ടടുത്തെത്തിയിട്ടുള്ളൂ, പക്ഷെ പ്രീമിയത്തിന് തീരെ മൊമെന്റ് ഇല്ല. ഞാൻ പറഞ്ഞു 60 പോയിന്റിലേറെ പ്രീമിയം ഉണ്ടായിട്ട് പോലും നമുക്ക് ആകെ 117 ഓക്കെ. നമ്മുടെ ടാർജറ്റ് ടാപ്പ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. മാർക്കറ്റ് ടാപ്പ് ചെയ്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇതിൽ പക്ഷേ പ്രീമിയം തീരെ മൂവ്മെന്റ് ഇല്ല. 127, 137, ഈവൻ 20 പോയിന്റ്സ് പോലും ആയിട്ടില്ല ഇപ്പോഴും. മാർക്കറ്റ് 60 പോയിന്റ് ഒക്കെ താഴേക്ക് വന്നു. ഓക്കെ, എക്സിറ്റ് ചെയ്യാം നമുക്ക്. ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷ അത്ര പ്രീമിയം അങ്ങോട്ട് സ്പൈക്ക് ആയിട്ടില്ല കേട്ടോ. എന്തായാലും അറിയാം, തീരെ ഞാൻ വെച്ച അത്യാവശ്യം നല്ല മൂവ്മെന്റ് കിട്ടുന്നൊക്കെ. പുട്ട് ഓപ്ഷൻ പ്രത്യേകിച്ച് പ്രീമിയത്തിൽ നല്ലൊരു ബുള്ളിഷ്നെസ് കാണിക്കാറുണ്ട്. ഇനിയിപ്പോൾ അത് എനിക്ക് തോന്നുന്ന മാർക്കറ്റിന് കുറച്ചൊന്ന് മുകളിലേക്ക് തന്നെ പോകാനുള്ള ഒരു 5 മിനിറ്റ്സ് ഐഡീസ് ഇനി മുകളിലേക്ക് പോകുമെന്നറിയില്ല. അതുകൊണ്ടാണോ ഇത്ര ഡൗൺ ആയിട്ടും പുട്ട് ഓപ്ഷൻ തീരെ പ്രീമിയം വരാതെന്നറിയില്ല. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 55,000 താഴേക്ക് വന്നപ്പോൾ വെച്ച് പറന്ന് താഴേക്ക് ഇറങ്ങും. പക്ഷെ വലിയൊരു മൊമെന്റം കാണിക്കുന്നില്ല താഴേക്ക്. ഏതായാലും നോക്കാം, ഇനി നല്ലൊരു ചാൻസ് വരട്ടെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ 5 മിനിറ്റ്സ് ഐഡീസ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ട്രേഡിന് നോക്കാം. നമ്മളെ എൻട്രി ഒക്കെ ഇവിടെ കാണാം. 117.95 എൻട്രി, 133.75 എക്സിറ്റ്. ഓൾമോസ്റ്റ് ഒരു 1:3 അടുത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. 1:5 പോലും ആയിട്ടില്ല. നമുക്ക് ഇത്രയും 1:5 പ്രീമിയം ഉണ്ടായിട്ട് സ്പോട്ടിൽ അത് ഞാൻ എൻട്രി എടുത്തോടുന്ന മാർക്കറ്റ് കറക്റ്റ് താഴെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് 61 പോയിന്റ് റേഞ്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ 61 പോയിന്റ് ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ പൊതുവേ നമുക്കൊരു എന്താ പറയുക, സ്ലൈറ്റ്ലി അറ്റ് ദ മണി പ്രീമിയം ഒക്കെ മിനിമം ഒരു 30 പോയിന്റ് നിർബന്ധമായിട്ട് മൂവ് ചെയ്യണ്ട. പക്ഷെ അത് കിട്ടിയില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഐഡിയക്സ് ക്രിയേറ്റ് ആയത് കൊണ്ട് തന്നെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് നോക്കാം. ഇനി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഡേലോ എടുത്തതിന് ശേഷം, ഇന്നത്തെ ഡേലോന്റെ അടിയിലും ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അത് എടുത്തതിന് ശേഷം താഴേക്ക് മേലേക്ക് വേണമെങ്കിൽ നോക്കാം. ഏതാണ് നോക്കട്ടെ, ചാൻസ് വരുമോ നോക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഡയറക്ടർ മുകളിലേക്ക് ഒരു ട്രേഡ് കൺസിഡർ ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. കാരണം പ്രീമിയത്തിനൊരു മൊമെന്റം കാണാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡേലോ എടുത്തിട്ട് ചെയ്താലും മതി. അന്ന് നമ്മുടെ പുട്ട് ഓപ്ഷൻ പ്രീമിയം അങ്ങനെ പൊന്തില്ല. അപ്പം എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഒന്ന് സ്ലൈറ്റ്ലി മുകളിൽ പോയിട്ട് പോവോ, അടുത്തൊരു 5 മിനിറ്റ്സ് ഐഡിയക്സ് വരെയൊക്കെ പോയിട്ട് കൊണ്ട് താഴെ വരുമോ എന്നറിയില്ല. ഏതായാലും നമുക്കൊരു ചാൻസ് ട്രേഡ് നോക്കാം. സൈഡിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നോക്കാം. ഞാൻ പറയാം, ഒരു ട്രേഡ് അപ്പ് സൈഡിലേക്ക് നോക്കുന്നുണ്ട് ഞാനൊരു എന്താ പറയുക, ഒരു അഗ്രസീവ് ട്രേഡ്. ഒരു എന്താ പറയുക, അവിടെ ഒരു 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്തില്ല. അപ്പം നമുക്ക് അവിടെ നിന്ന് മുകളിലേക്കുള്ള ട്രേഡ് നോക്കണമെങ്കിൽ അവിടെ നോക്കാം. അല്ലെങ്കിൽ ഇപ്പം ഏതായാലും ഇവിടെ നിന്ന് നോക്കാം. ഒരു 5 മിനിറ്റ്സ് ഐഡീസ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് നോക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്യാവശ്യം ടാർഗറ്റ് ലെവലും ഉണ്ട്. ഒരു 6 പോയിന്റ് SL വെച്ചിട്ട് നമുക്ക് ട്രേഡ് കൺസിഡർ ചെയ്യാം. താഴേക്ക് വരികയാണെങ്കിൽ പ്രീമിയം അങ്ങനെ വന്നില്ലെങ്കിൽ നോക്കാം, വരുന്നില്ല, എൻട്രി എടുക്കാം. ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് 24,950. ചെറിയ പോയിന്റ് SL ഉള്ളൂ, 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഒരു എന്താ പറയുക, മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈയോ അല്ലെങ്കിൽ അടുത്തൊരു 5 മിനിറ്റ്സ് ഐഡീസിലോ നമുക്ക് ഇറങ്ങാം. ഒരു പ്രീമിയം അങ്ങനെ മൂവ് ചെയ്യുന്നില്ല പുട്ട് ഓപ്ഷൻ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കയറിയത്. അവിടെയും ഇന്നിപ്പോൾ മാർക്കറ്റിന്റെ ഡൗൺ സൈഡിൽ 2 ഏരിയയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിരുന്നു. ഒന്ന് ഇപ്പം ഞാൻ എൻട്രി എടുത്ത ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്ത ഒരു ഏരിയ, ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയാണ്. രണ്ടാമത് ഇന്നത്തെ ഡേയിലോ ആണ്. 2 ഏരിയയിൽ നിന്നും നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം. പക്ഷെ ഞാൻ ഈ ഒരു ഏരിയ തന്നെ നോക്കാൻ കാരണം പ്രോപ്പർ എൻട്രി സെറ്റ് പ്രകാരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രീമിയം വലിയൊരു ഗുണം കാണുന്നില്ല പുട്ട് ഓപ്ഷൻ. അപ്പോൾ കോൾ ഓപ്ഷൻ പോകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നോക്കാം. നമുക്ക് 6 പോയിന്റ് ആണ് SL വരിക. ടാർജറ്റ് വരിക ഒരു 1:5 അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അടുത്തൊരു 5 മിനിറ്റ്സിൽ നോക്കാം. നമുക്ക് 5 മിനിറ്റ്സ് എത്താണെങ്കിൽ തന്നെ 1:5 ആയില്ലെങ്കിൽ ഇറങ്ങാം. നമുക്ക് 25,000 വരെയൊക്കെ വീണ്ടും ടാപ്പ് ചെയ്യുന്ന തന്നെയാണ് പ്രതീക്ഷ. മാർക്കറ്റ് ഗെയിൻ, മാർക്കറ്റിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. മാർക്കറ്റ് ഡൗണിലേക്ക് ട്രേഡ് എടുത്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ ഉണ്ടാവും 25,000. അപ്പം അതുവരെയൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യുമോ എന്നുള്ള പ്രതീക്ഷ. ചെറിയൊരു പ്രോഫിറ്റിലാണ്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിടാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡിൽ. ഞാൻ വിചാരിച്ച പോലെ മാർക്കറ്റ് ബുള്ളിഷ് പോയില്ല. പ്രീമിയം പിടിച്ചു നിന്നെങ്കിലും, മീൻസ് പ്രീമിയം പുട്ട് ഓപ്ഷൻ ഇറങ്ങാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുകളിലേക്ക് തന്നെ ആയിരിക്കും. പക്ഷേ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് താഴേക്ക് തന്നെയാണ് വന്നത്. നമ്മളെ താഴേക്ക് തന്നെ പോകണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡിൽ ഒരു ചെറിയ ടാർജറ്റും ഉണ്ട്, സെക്കൻഡ് ട്രേഡിൽ SL ഉണ്ട്. അപ്പോൾ ഓവറോൾ 4,000 സംതിങ് പ്രോഫിറ്റിലാണ്. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഇനിയിപ്പോൾ ഏതായാലും ട്രേഡ് എടുക്കുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക്
ഇനി മേലേക്ക് നോക്കണമെങ്കിൽ ഡേലോ എടുക്കണം, അല്ലെങ്കിൽ താഴേക്ക് നോക്കണമെങ്കിൽ ഏതെങ്കിലും അപ്പ് സൈഡിൽ ഒരുപാട് 5 മിനിറ്റ്സ് ഐഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് നോക്കാം. 2 ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇനി. പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രേഡ് SL ആയ സ്ഥിതിക്ക് ഇനി വേറെ ട്രേഡ് ചെയ്യണ്ട, വാച്ച് ചെയ്യാം. ഗോൾഡിൽ എന്തെങ്കിലും വല്ല ചാൻസ് വരികയാണെങ്കിൽ ട്രേഡ് എടുക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗോൾഡിൽ എന്താ പറയുക, ഒരു ബ്രേക്ക് ഔട്ടൊക്കെ തന്നിട്ടുണ്ട്, ഒരു നല്ലൊരു സിങ് ഹൈ ഏരിയ. അവിടെ വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് 1 അവറിലൊക്കെ ഒരു ഹൈ എടുക്കാനുള്ള പരിപാടി ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് നോക്കാം, അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനൊക്കെ നോക്കി നോക്കാം. 1 മിനിറ്റിലെ ഒരു ക്യാൻഡലിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ട് താഴേക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. 33.51 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു ഗോൾഡിലുള്ള ട്രേഡ് പ്ലാൻ. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, നോർമലി നമ്മളെല്ലാവരും ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് ചെയ്യുക. ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കാത്ത ആളുകൾ റീടെസ്റ്റിൽ ട്രേഡ് എടുക്കും. റീടെസ്റ്റ് ചെയ്ത് ഒരു സിങ് ഹൈ ഏരിയൻ്റെ എക്സാക്ട്ലി ആ ഒരു ഏരിയയിൽ നിന്ന് റീടെസ്റ്റ് ചെയ്യുകയാണ് മാർക്കറ്റ്. ഒരു 1 അവറിലൊക്കെ ഹൈ 1 അവറിൻ്റെ ക്യാൻഡിലാണിത്. നമുക്ക് 1 മിനിറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ ഹൈ ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. ഞാൻ എന്താ പറയുക, ട്രേഡ് ചെയ്യുന്നത് അൽപാരിയിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ച് എന്താ പറയുക, ഇതിലെ XNS രണ്ടിലും ചെയ്യാറുണ്ട്, രണ്ടും ഓക്കെയാണ്. XNS ഇപ്പം പുതിയതായിട്ട് ആളുകൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അൽപാരിയിൽ ചെയ്യുന്നവർക്ക് അതായത് ഫോറക്സ് ട്രേഡിങ് ഇതുവരെ തുടങ്ങാത്ത ആളുകൾക്കൊക്കെ ഇനി അൽപാരിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും, ഗോൾഡ് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, XNS ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളുകൾ ട്രേഡ് ചെയ്യാനും പറ്റും. എന്താ ബാങ്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്ത ആളുകൾക്ക് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 1 അവറിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യാൻഡിൽ 1-2 ക്യാൻഡിൽസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം. നമുക്ക് ടാർഗറ്റ് 33.46 എന്നുള്ളൊരു സിംഗ് ലോ ഏരിയ വെക്കാം. നമുക്ക് 1 അവറിൻ്റെ ലോ വെക്കാം, അവിടെ കുറച്ച് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റ് വെക്കാം. എൻട്രി നമുക്ക് ഈ ഒരു ഏരിയ 33.52 ഒക്കെ എത്തുകയാണെങ്കിൽ 52-ന് മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാം. 33.56 റേഞ്ച് 4 പോയിന്റ് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസും കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് ഇത് MT5-ലാണ് ചെയ്യുന്നത്. ഇതിൽ സിമ്പിളാണ്, നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഈ ഒരു കോളത്തിൽ എന്താ പറയുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് 33.56 സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി ടേക്ക് പ്രോഫിറ്റ് എന്നുള്ളടത്ത് നമ്മുടെ ടാർഗറ്റ് വെക്കാം. 33.46 ആണ് നമ്മുടെ ടാർഗറ്റ് വെക്കുന്നത്. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി നമുക്ക് 33.52 കിട്ടിയത്. ഇവിടെ താഴെ കാണാം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ കാണാം. അവിടെ $2 ചെറിയ ലോസിലാണ് ഈ ട്രേഡ് എടുക്കാൻ എനിക്ക് വന്ന ക്യാപ്പ്. അവിടെ മുകളിൽ നിങ്ങൾക്ക് ഈ റെഡ് ഡോട്ടഡ് ലൈൻസ് കാണാം, അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. താഴെ കാണുന്ന ഡോട്ടഡ് ലൈൻസ് ആണ് ടാർഗറ്റ്. അപ്പം ഇതിൽ അങ്ങനെ കാണാം നമുക്ക്. അതുപോലെ മോഡിഫൈ ചെയ്യാനും സുഖമാണ്. ജസ്റ്റ് ആ ഒരു ലൈന് ജസ്റ്റ് മൂവ് ചെയ്താൽ മതി, അങ്ങോട്ട് മൗസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം നമുക്ക് 6 പോയിന്റാണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ഈ ഒരു എന്താ പറയുക, പിന്നെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഇതൊരു ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് 33.56 എന്നുള്ള റേഞ്ചിൽ കൊടുക്കാം. 56 ആട്ടോ, 54 അല്ല, 56 ടാർഗറ്റ് നമുക്ക് 46 എന്നുള്ള റേഞ്ചിലാണ്. അതായത് സ്റ്റോപ്പ് ലോസ് നമുക്ക് ലോസ് ടാർഗറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് $30 റേഞ്ച്. ഇത് ഈ ട്രേഡിൽ എനിക്ക് വന്ന ക്യാപിറ്റൽ ഞാൻ പറഞ്ഞത് ഇവർ 7,500 രൂപയുള്ളൂ. 1:200 ലിവറേജ് ഒക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ 7,500 ഉള്ളൂ. പക്ഷെ ഞാൻ 7,500 വെച്ചിട്ടല്ല ചെയ്യുക. എൻ്റെ ഒരു ട്രേഡിൽ എൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ക്യാപിറ്റലിൻ്റെ 1% റേഞ്ചിലാണ് ലോസ് വരിക. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ക്യാപിറ്റൽ എല്ലാവരും യൂസ് ചെയ്യില്ല. അത് വളരെ ചെറിയ എമൗണ്ട് വെച്ചും ട്രേഡ് ചെയ്യുക. അത് വിചാരിച്ചിട്ട് മാക്സിമം ട്രേഡ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി പോകും. അപ്പം എപ്പോഴും ഒരു റിസ്ക് റിവാർഡ് മാച്ച് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും ആ ഒരു ചെറിയ എമൗണ്ട് വെച്ച് ചെയ്യരുത്. സമയം 1:24 നമ്മുടെ ടാർഗറ്റിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ടാർഗറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. നമുക്കിവിടെ പ്രോഫിറ്റ് താഴെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ടാർഗറ്റ് ഇനി വേണമെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കണ്ട. നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ തൊട്ടടുത്ത മാർക്കറ്റ് വന്നത് ഏതായാലും കോസ്റ്റ് പ്രൈസിലേക്ക് വേണേൽ വെക്കാം. അപ്പോൾ ഈ ഒരു ഓൾമോസ്റ്റ് $20 ഒക്കെ നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി താഴെ വന്നാലേ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ട്രേഡ് തന്നെ ഞാൻ XNS എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി കൺഫർമേഷൻ ഒക്കെ എടുത്തിട്ടാണ് XNS ട്രേഡ് എടുത്തത്. കുറച്ചും കൂടെ താഴെ നിന്നാണ് എനിക്ക് എൻട്രി വന്നത്. അതായത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് എൻട്രി എടുത്തത്. സെയിം ട്രേഡ് തന്നെ, സെയിം ഏരിയയിലേക്ക് തന്നെ ട്രേഡ് എടുത്തിട്ടുണ്ട്.
രണ്ടിലും ഇപ്പോൾ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ടാർജറ്റ് സെയിം. ഇനി എൽപാരിയിലോ എക്സ്എൻഎസിലോ ഏതെങ്കിലും ഒന്നിൽ ഞാൻ ഇനി മുതൽ ട്രേഡ് എടുക്കുള്ളൂ. കാരണം രണ്ടും കൂടി ട്രേഡ് എടുത്ത പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ വരുമ്പോൾ അതിലും ഇതിലും കൂടെ നോക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിലേ ഇനി ട്രേഡ് ചെയ്യുള്ളൂ, രണ്ടിലും കൂടെ ചെയ്യൂല. ഓക്കെ, $0.05 ആണ് ഇതിൽ എടുത്തത്. എക്സ്എൻഎസിൽ $0.2 $0.2 ആണ് ലോട്ട് എടുത്തത്. അതിൽ കുറച്ചും കൂടി പ്രോഫിറ്റും ലോസൊക്കെ അധികമായിരിക്കും എക്സ്എൻഎസിൽ വരിക. ഏതായാലും നമുക്ക് ഒരു $20,000 റേഞ്ചിൽ, $20 റേഞ്ചിലായിട്ടുണ്ട് നമ്മുടെ അൽപാരി അക്കൗണ്ടിൽ. $20 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 16,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നല്ല ബുള്ളിഷായിട്ട് ഡേലോ വരെ മാർക്കറ്റ് പോയതിനു ശേഷം നല്ല ബുള്ളിഷായിട്ട് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റില്ല, കാരണം ഒരു 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ട്രേഡ്സ് ഒന്നും ഇനി ചെയ്യുന്നില്ല. നമുക്ക് നേരത്തെ രാവിലെ ചെയ്ത 2 ട്രേഡ് തന്നെ ഉള്ളൂ. നിഫ്റ്റിയിൽ രാവിലെ ചെയ്ത 2 ട്രേഡാണ്, വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. മുകളിലേക്ക് നോക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷേ ഡേലോ എടുത്തിട്ട് നമുക്ക് എൻട്രി ഒന്നും തരാതെ സ്ട്രൈറ്റ് മുകളിലേക്കാണ് പോയത്. അതുകൊണ്ട് ട്രേഡ് എടുത്തിട്ടില്ല. അഗെയിൻ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പൊന്തി പോകുന്നുണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡിലും മീൻസ് ഇതിലും ഇതേപോലെ എക്സ്എൻഎസിലും ഇതേപോലെ ഇപ്പോൾ പ്രോഫിറ്റിലാണ് നമ്മൾ. 4,800 സെയിം ട്രേഡ് തന്നെ, ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് എടുത്തത്. ടാർജറ്റ് സെയിം ഏരിയ 43 ഞാൻ വെച്ചത്. പക്ഷേ 46 ആകുമ്പോൾ നോക്കിയാൽ അവിടുത്തെ ക്യാൻഡലിൻ്റെ ഇത് നോക്കിയിട്ടാണ്. മറ്റേ എൽപാരിയിൽ നമ്മൾ ഡയറക്റ്റ് അവിടെ ടാർജറ്റും പ്രോഫിറ്റും ബുക്ക് ചെയ്ത് അതിൽ കുറച്ചും കൂടി താഴെ ടാർജറ്റ് വെച്ചതാണ്. പക്ഷേ ആ ഒരു ഏരിയയിലുള്ള പ്രൈസ് മൂവ്മെന്റ് നോക്കിയിട്ട് നമ്മൾ അതും എക്സിറ്റ് ചെയ്യും. അഗെയിൻ $18 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:42 നമ്മുടെ ടാർജറ്റിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് $29 ഒക്കെ ആയിട്ടുണ്ട്. ഒരു $32 ഒക്കെ വരും എന്ന് എനിക്ക് തോന്നുന്നു പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ, ടാർജറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ. നമ്മുടെ SL മോഡിഫൈ ചെയ്തിട്ടൊന്നുമില്ല, സെയിം ഇപ്പോഴും SL ആ ഒരു 33,556 തന്നെയാണ്. ടാർജറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും. 30 ടാർജറ്റ് എത്തിയിട്ടില്ല. വെയിറ്റിംഗ് ഒരു പോയിന്റ് കൂടെ കുറച്ച് 46 ഒക്കെ ആയിട്ടുണ്ട്. ഒന്ന് താഴെ വരട്ടെ. ഓക്കെ, ഡൺ. നമ്മുടെ ടാർജറ്റ് ബുക്ക് ചെയ്തത് $32 ആണ് നമുക്ക് ടാർജറ്റ് വന്നത്. അത് ഓട്ടോമാറ്റിക്കലി അതിൽ കൊടുത്തതാണ്. എക്സ്എൻഎസിൽ നമ്മൾ അങ്ങനെ ടാർജറ്റ് സെറ്റ് ചെയ്തില്ല, അതിൽ മാനുവലി എക്സിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ട്രേഡ് എന്താ പറയുക, ഈ ഒരു ട്രേഡ് ഗോൾഡിലെ ട്രേഡ് ടാർജറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. എക്സ്എൻഎസിലും നമ്മൾ ടാർജറ്റ് ബുക്ക് ചെയ്ത് 11,000 സംതിങ് 400 റേഞ്ചിലാണ് ടാർജറ്റ് വന്നത്. അതിന് മുമ്പത്തെ ഒരു ട്രേഡ് SL ആയിരുന്നു. എക്സ്എൻഎസിൽ ചെറിയ ലോസാണ് ഇതിൽ ഓൾറെഡി. അപ്പോൾ 2 മീൻസ് എക്സ്എൻഎസിലും അൽപാരിയിലും 2 ട്രേഡും നമുക്ക് ടാർജറ്റ് വന്നിട്ടുണ്ട്. ഏതായാലും ഇനി ട്രേഡൊന്നും ചെയ്യുന്നില്ല. സമയം 1:45 നമുക്ക് വാച്ച് ചെയ്യാം. ചാർട്ടുകളൊക്കെ വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും പുതിയ ഏരിയ ലിക്വിഡിറ്റി ഏരിയകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.